എല്ലാവർക്കും മല്ലൂസ് കഫേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂന്തൽ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. കണവ ഫ്രൈ. അപ്പോൾ വളരെ ക്രിസ്പി ആയിട്ട് നല്ല സ്വാദോടുകൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മല്ലൂസ് കഫേ പുതിയ ഫേസ്ബുക്ക് അക്കൗണ്ടും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുക. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കണവ സ്പ്രിങ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണവ നല്ല റൗണ്ടിലാണ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്, നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ള് മതിയാവും. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് പെപ്പർ പൗഡറാണ്. പെപ്പർ പൗഡർ ഇത് 1/4 ടീസ്പൂണാണ്. 1/4 ടീസ്പൂണിൻ്റെ 2 സ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അല്പം മുളക് പൊടിയുടെ കുറവുണ്ട്. ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടിയോ കോൺഫ്ലോറോ നമുക്ക് ഏതാണ് അവൈലബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ അളവിൽ ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു 30 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത ശേഷം വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് 30 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ ആദ്യം വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. നന്നായിട്ട് തിളച്ച് വന്ന വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് കണവ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ 30 മിനിറ്റാണ് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇത് സ്പ്രിങ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എപ്പോഴും ശ്രദ്ധിക്കുക, കണവ ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് തന്നെ കുഴിയുള്ള പാത്രത്തിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുത്ത ശേഷം നമുക്ക് കുറച്ച് സവോളയും കൂടെ ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ മുകളിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി കിട്ടും, ടേസ്റ്റിയുമായിരിക്കും. അങ്ങനെ നമ്മുടെ കണവ സ്പ്രിങ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല മുരിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു വാസനയാണ് അത് ഫ്രൈ ആയി വന്നതിൻ്റെ. അപ്പം നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലോട്ടൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒന്ന് മാറ്റാം. ഇനി നമ്മുടെ കണവ ഫ്രൈ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പ്രിങ് കണവ ഫ്രൈയുടെ ഒപ്പം നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റിയും ആയിരിക്കും. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ ആ ഓയിലിനകത്ത് ഓൾറെഡി ഉപ്പിൻ്റെ അംശം ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ഒരു വാസനയൊക്കെ വന്നിട്ടുണ്ട് കറിവേപ്പിലയുടെയൊക്കെ. അപ്പോൾ ഇത്രയും മതിയാവും. നമുക്കിനി ഇതിനെ ഒന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ കണവ സ്പ്രിങ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് ഇതുപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.